ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ തലേന്ന് ദോശമാവിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദോശമാവിനും ഇഡ്ഡലിക്കും കൂടി ആയിട്ടാട്ടോ ഞാൻ അരയ്ക്കാറ്. കാരണം ഒരു ദിവസം ഇഡ്ഡലി ആണെങ്കിൽ പിറ്റേ ദിവസം ദോശ, അങ്ങനെയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇഡ്ഡലിക്കൊക്കെ വെക്കാനേ അങ്ങനെ ഒരു വഴിക്ക് സാമ്പാറാവുന്നുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. കാരണം എണീക്കാൻ ലേറ്റായി. അപ്പം പെട്ടെന്ന് സാമ്പാറാക്കണം, തേങ്ങ വറുത്തരയ്ക്കണം, അങ്ങനെ ഒരുപാട് പണി ഉണ്ടാവുമല്ലോ സാമ്പാറിന്. അപ്പം പെട്ടെന്ന് എങ്ങനെയൊക്കെയോ വെച്ചതാട്ടോ. അതുകൊണ്ട് എനിക്ക് റെസിപ്പി കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാനും സാൻവി വൈകുന്നേരമല്ല, ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, രാത്രി ആവാനായിട്ടുണ്ട്. ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ഏട്ടൻ ജോലി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഞങ്ങൾ റൂമിൽ നിന്ന് ഒരു 10-15 മിനിറ്റേ നടക്കാനുള്ളൂ കേട്ടോ. ഇതിവിടെ അടുത്തുള്ളൊരു മാളാണ്, സഹാറ മാൾ എന്ന് പറയും കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും പോവാറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോവാം കേട്ടോ. നല്ല കാറ്റുണ്ടേ. കാറ്റുണ്ടെങ്കിൽ പോലും നല്ല ചൂടുമുണ്ട്. ചൂടുള്ള കാറ്റാണ്, ഭയങ്കര ചൂടാണ്. എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. പിന്നെ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിലെത്തി. ഏട്ടൻ അപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതാ കുറച്ച് നേരം ഇവിടെ ചെറിയ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. പാട്ടും ഡാൻസും ചെറിയ മക്കളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സാൻവി കുറച്ച് സമയം ഇങ്ങനെ അത് നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ അത് ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കോർട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളിന്ന് KFC കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് അധികം വരാറ് KFC കഴിക്കാൻ, പിന്നെ പിസ്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വില കുറവിലൊക്കെ കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറേ ഷോപ്പ് പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ളതുണ്ട്. ചെരുപ്പ് 15 ദിർഹംസിനും ഒക്കെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊക്കെ ലേഡീസിന് നമുക്ക് ഓരോ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന കാഷ്വൽ വെയർ ആയിട്ടുള്ള, അതായത് ജസ്റ്റ് ഒരു യൂസ് അങ്ങനെ ആയിട്ടുള്ള ചെപ്പൽസൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഫുഡ് കോർട്ടിലേക്ക്. ഞങ്ങൾ KFC കഴിക്കാനായിട്ട് പോവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ഫുഡ് കോർട്ടിൽ. നല്ല റഷ് എന്ന് വെച്ചാൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ തൊട്ടിട്ട് ഇവിടെ വീക്കെൻഡാണ് കേട്ടോ. ഫ്രൈഡേ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടിരിക്കുക കേട്ടോ. അവിടെ കുട്ടികൾ കളിക്കുന്നൊരു സ്ഥലമുണ്ട്. അതിന് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. ഇങ്ങനെ പതയിലൊക്കെ കളിക്കുന്ന സംഭവമുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ, KFC. അപ്പം സാൻവി അങ്ങനെയൊന്നും കഴിക്കില്ല. ചിലപ്പം കഴിക്കും, ചിലപ്പം കഴിക്കില്ല. അപ്പോൾ അവൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ അവൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മിക്കപ്പോഴും അവൾ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. അപ്പം ഞാൻ എന്തായാലും വയറ് ഫുള്ളാക്കിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാറ്. പിന്നെ ഞങ്ങളൊരു ഷോപ്പ് കയറി കേട്ടോ. വൺ സോൺ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ് ഇത്. എല്ലാം 3.50 ദിർഹംസിന് കിട്ടുന്ന കേട്ടോ. നമ്മുടെ നാട്ടിൽ 40-20 കിട്ടുന്ന പോലെ തന്നെ അങ്ങനെ ഒരു കടയാട്ടോ അത്. നല്ല രസമാണ് ഇവിടെ. നല്ല ഒരുപാട് ചെടി പോട്ടുകൾ, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ ക്രഞ്ചീസ്, ക്ലിപ്പ്, അങ്ങനെ ലേഡീസിന് പറ്റിയിട്ടുള്ള അങ്ങനെ നല്ല രസമാണ് കേട്ടോ. ഒരുവിധം എല്ലാം ഉണ്ട്. പിന്നെ ബാഗ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഞങ്ങൾക്ക് 2-3 ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട്. മെയിനായിട്ട് സാൻവിക്ക് ക്ലിപ്പ് വാങ്ങാനായിട്ടൊക്കെയാണ് പോയത്. നോക്കുന്നേരം നമുക്കത് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ബാൻഡൊക്കെ നോക്കിയിട്ടോ, കയ്യിലിടുന്ന അതൊരെണ്ണം എടുത്തു. ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് സാധനം എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.